നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അടുത്ത 15 ദിവസത്തേക്ക് ഇന്ത്യയുടെ അഭിമാനമായ അയോധ്യ ശ്രീരാമ ജന്മഭൂമിയിലേക്ക് വരുന്നത് മാറ്റിവെക്കണം എന്നാണ് ശ്രീരാമ ജന്മഭൂമി ട്രസ്റ്റ് ഇപ്പോൾ പൊതുജനങ്ങളോട് ആവശ്യപ്പെടുന്നത്. ട്രസ്റ്റിൻ്റെ മുഖ്യ കാര്യദർശികളാണ് ഈ ഒരു ആഹ്വാനം പൊതുജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളുടെ വലിയ തിരക്ക് അനുഭവപ്പെടുകയാണ്. കാരണം അയോധ്യ ശ്രീരാമ ജന്മഭൂമിയിലെ ക്ഷേത്രത്തിൽ ദിവസവും ഏതാണ്ട് 1-1.5 ലക്ഷം ആളുകളെയാണ് ദർശനം നടത്തിക്കുന്നത്. മാത്രമല്ല, ഇത് രാത്രി പോലും അല്ലെങ്കിൽ നിരന്തരം തുടർച്ചയായി രാത്രിയും പകലുമെല്ലാം ഈ അമ്പലം തുറന്നു വെച്ച് ദർശനം നടത്തിക്കുകയാണ്. കാരണം അത്രമാത്രം ജനങ്ങളുണ്ട്. 1-1.5 ലക്ഷം ആളുകൾക്ക് പ്രതിദിനം അവിടെ ശ്രീരാമലല്ലയെ ദർശിക്കാനുള്ള സൗകര്യം അവിടെയുണ്ട്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഭക്തജനങ്ങളുടെ ഒരു പ്രവാഹം തന്നെയാണ് അയോധ്യയിൽ ഇപ്പോൾ നടക്കുന്നത്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഇത് കുംഭമേള ഇഫക്റ്റാണ്. പ്രയാഗ്രാജിൽ 144 വർഷങ്ങൾക്ക് ഒരിക്കൽ മാത്രം നടക്കുന്ന കുംഭമേള, മഹാകുംഭമേള നടക്കുകയാണ്. മഹാകുംഭമേളയുടെ അനുബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് മൗനി അമാവാസ്യയുമായി ബന്ധപ്പെട്ടതാണ്. ആ ചടങ്ങ് ഈ വരുന്ന ജനുവരി 29, അതായത് നാളെയാകും നടക്കുക. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ, ഇന്നു മുതൽ അടുത്ത 2-3 ദിവസങ്ങളിൽ തീർച്ചയായും തീർത്ഥാടക പ്രവാഹമായിരിക്കും മഹാകുംഭമേളയിൽ. ഈ മഹാകുംഭമേളയിൽ വരുന്ന ഭക്തജനങ്ങളെല്ലാം തന്നെ നേരെ പ്രയാഗ്രാജിൽ നിന്നും അയോധ്യയിലെ ക്ഷേത്ര ദർശനം കൂടി നടത്തിയാണ് മടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ പ്രയാഗ്രാജിൽ നിന്നും വലിയ ഭക്തജന പ്രവാഹം അയോധ്യയിലേക്ക് വരുന്നുണ്ട്. എത്രമാത്രം കോടിക്കണക്കിന് ജനങ്ങൾ പ്രയാഗ്രാജിലെത്തിയാലും അവർക്കെല്ലാം വേണ്ട സൗകര്യങ്ങൾ പ്രയാഗ്രാജിലുണ്ട്. പക്ഷേ അയോധ്യയിൽ ഇത്രയും ജനങ്ങൾ എത്തിയാൽ അത് തീർച്ചയായും പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അയോധ്യ സന്ദർശനം നീട്ടിവെക്കണം, കുംഭമേളയിൽ എത്തുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടി ഇത് നീട്ടിവെക്കണം എന്ന ഒരു അഭ്യർത്ഥന ട്രസ്റ്റ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതായത് ഈ മൗനി അമാവാസ്യ ദിനങ്ങളിൽ ഏതാണ്ട് 8 കോടി മുതൽ 10 കോടി ജനങ്ങൾ വരെ പ്രയാഗ്രാജിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇവരെല്ലാം ഒരാഴ്ചയെങ്കിലും അവിടെ തങ്ങിയ ശേഷം അയോധ്യ ക്ഷേത്ര ദർശനവും നടത്തി മാത്രമേ മടങ്ങിപ്പോകാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഭക്തജനങ്ങളോട് ഒരു 15 ദിവസത്തേക്ക് ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിലേക്കുള്ള യാത്ര മാറ്റിവെക്കണം എന്ന് ക്ഷേത്രം അധികാരികൾ അഭ്യർത്ഥിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റയുടൻ ഇനി അടുത്ത് ഇന്ത്യ അമേരിക്ക ബന്ധം എങ്ങനെയായിരിക്കുമെന്നൊരു ചോദ്യചിഹ്നം അത് ഇപ്പോഴും നമ്മുടെ മുന്നിലുണ്ട്. കാരണം കുടിയേറ്റവുമായി ബന്ധപ്പെട്ട്, അനധികൃത കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വ്യാപാരവുമായി ബന്ധപ്പെട്ട് ട്രംപിന് ഇന്ത്യയുമായി കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്ന് ഇതിനോടകം തന്നെ സൂചന ട്രംപ് നൽകി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ പ്രശ്നം വഷളാകുമോ, നയതന്ത്ര ബന്ധം വഷളാകുന്നുമോ എന്നൊരാശങ്ക പൊതുവെയുണ്ട്. പക്ഷേ ആ ആശങ്ക മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിയെ ടെലഫോണിൽ വിളിച്ചിരുന്നു. അവർ ടെലഫോണിൽ 2 ലോക നേതാക്കളും ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചയിൽ ഇന്ത്യ അമേരിക്ക ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ ചില നടപടികളാണ് 2 നേതാക്കളും ചർച്ച ചെയ്തത്. എന്തായാലും ട്രംപിൻ്റെ അജണ്ടയിൽ മാറ്റമൊന്നുമില്ല. കുടിയേറ്റ പ്രശ്നം ഇന്ത്യ വളരെ കാര്യമായി തന്നെ കൈകാര്യം ചെയ്യുമെന്ന് പ്രതീക്ഷയുണ്ട് എന്ന് ട്രംപ് പറയുന്നു. മാത്രമല്ല, അമേരിക്കയിലെ ചില ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനെക്കുറിച്ച്, അമേരിക്കയുടെ ചില പ്രതിരോധ ഉൽപ്പന്നങ്ങൾ ഇന്ത്യ വാങ്ങണം എന്ന ഒരു നിലപാടൊക്കെ ട്രംപ് ഈ ടെലഫോൺ ചർച്ചയിൽ എടുത്തു എന്നാണ് വൈറ്റ് ഹൗസ് നൽകുന്ന സൂചന. എന്തായാലും ഈ ചർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത ഈ മാസം, അതായത് ഈ വരുന്ന ഫെബ്രുവരിയിൽ അമേരിക്ക സന്ദർശിക്കാൻ ഒരുങ്ങുന്നു എന്നത് തന്നെയാണ്. നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇരു നേതാക്കളും ടെലഫോണിൽ ചർച്ച നടത്തിയതായിട്ടാണ് വിവരം. എന്തായാലും അധികാരത്തിൽ വന്നതിന് ശേഷം കാണുന്ന 3 ലോക നേതാക്കളിൽ, ആദ്യമായി ട്രംപ് കാണാൻ പോകുന്ന 3 നേതാക്കളിൽ ഒരാൾ നരേന്ദ്രമോദിയാണ്. അത്രമാത്രം പ്രാധാന്യം അമേരിക്ക ഇന്ത്യക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടുകൂടി ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ കൂടുതൽ വ്യക്തതയുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോരാട്ടം കടുക്കുകയാണ്. വലിയ ആരോപണ പ്രത്യാരോപണങ്ങളാണ് ഇരുവിഭാഗവും പരസ്പരം ഉന്നയിക്കുന്നത്. ഭരണ തുടർച്ച നേടാനായി ആം ആദ്മി പാർട്ടി എല്ലാ അടവുകളും പയറ്റുകയാണ്. എങ്ങനെയും ദില്ലി പിടിക്കാനായി 1998 ശേഷം BJPയുടെ കയ്യിൽ വരാത്ത സംസ്ഥാനം എന്ന നിലയിൽ, ഉത്തരേന്ത്യൻ സംസ്ഥാനം എന്ന നിലയിൽ എങ്ങനെയും ദില്ലി പിടിക്കാനായി BJPയും ശ്രമിക്കുകയാണ്. കനത്ത പോരാട്ടത്തിനൊടുവിൽ ഇതുവരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സീറ്റൊന്നും ലഭിക്കാതിരുന്ന കോൺഗ്രസിന് ഏതെങ്കിലും കുറച്ച് സീറ്റുകളെങ്കിലും ഒപ്പിക്കാൻ സാധിക്കുമോ എന്ന് കോൺഗ്രസും പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്.
എന്തായാലും ആം ആദ്മി പാർട്ടിയുടെ നില അല്പം പരിങ്ങലിലാണ്. ആം ആദ്മി പാർട്ടി നേരിടുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതിലൊന്ന് അഴിമതിയാണ്, 2 വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, 3 ആം ആദ്മി പാർട്ടി അവിടുത്തെ ജനങ്ങൾക്ക് വ്യാജ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു എന്ന BJPയുടെ ആരോപണമാണ്. അഴിമതിക്കറ അത് തുടച്ചു മാറ്റാൻ ആം ആദ്മി പാർട്ടി എത്ര ശ്രമിച്ചിട്ടും കഴിയുന്നില്ല. വികസനത്തിൻ്റെ അവികസിതമായ പ്രദേശങ്ങളുടെ എല്ലാം ഫോട്ടോകൾ ഇപ്പോൾ വലിയ രീതിയിൽ ദില്ലിയിൽ പ്രചരിപ്പിക്കപ്പെടുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനപ്രകാരം തകർന്നു കിടക്കുന്ന റോഡുകൾ, അഴുക്കുചാലുകൾ, ഓടകൾ, ഇതിൻ്റെ എല്ലാം ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ തന്നെ പ്രചരിപ്പിക്കപ്പെടുകയാണ്. അതിനു പുറമെ ഇപ്പോൾ യോഗി ആദിത്യനാഥ് ആം ആദ്മി പാർട്ടിക്കെതിരെ മറ്റൊരു ആരോപണം കൂടി ഉന്നയിച്ചിരിക്കുകയാണ്. ആ ആരോപണം മറ്റൊന്നുമല്ല, രോഹിംഗ്യകൾക്ക് ഇന്ത്യയിൽ യഥേഷ്ടം സഞ്ചാരം നടത്താനായി അവർക്ക് ആധാർ കാർഡുകൾ പോലും അരവിന്ദ് കെജ്രിവാൾ നിർമ്മിച്ചു നൽകുന്നു എന്ന ഗുരുതരമായ, അദ്ദേഹം കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥ്, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉന്നയിച്ചിരിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം ദില്ലിയുടെ അവികസിത മേഖലകളെക്കുറിച്ചും ഇന്ന് ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു. അതായത് താൻ ഇപ്പോൾ വരുന്ന റോഡുകൾ മുഴുവൻ വലിയ കുഴികൾ നിറഞ്ഞതാണ്, ഇവിടങ്ങളിലൊക്കെ ഈ അഴുക്കുചാലുകൾ പൊട്ടിയൊലിക്കുന്നുണ്ട്. ഒരു രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരം ഇങ്ങനെയാണോ വേണ്ടത് എന്ന ചോദ്യമാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥ് ഉന്നയിക്കുന്നത്. മാത്രമല്ല, കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന ഗൗരവതരമായ മറ്റൊരാരോപണം കൂടി ഇപ്പോൾ യോഗി ആദിത്യനാഥ് ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാളിനെതിരെ ഉന്നയിച്ചിരിക്കുകയാണ്. തീർച്ചയായും ഈ ആരോപണം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രാഷ്ട്രീയ ചർച്ചയാകും എന്നതിലും തർക്കമില്ല. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്.